യോഹന്നാന്റെ സുവിശേഷം 4:38 നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തതിലേക്ക് നിങ്ങളെ പ്രവേശിക്കാനായിട്ട് ഞാൻ അയക്കുകയാണ്. അനീതിയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഭൗതികമായിട്ട് ചിന്തിച്ചാൽ ഇത് അനീതിയാണ്. പക്ഷെ ആത്മമണ്ഡലത്തിൽ ചിന്തിക്കുമ്പോൾ അത് തെറ്റല്ല, അനീതിയല്ല, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതായത് യേശുക്രിസ്തു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ ശാപം അവൻ വഹിച്ച് അവന് ശാപമായി തീർന്നു, നമ്മുടെ പാപത്തെ അവൻ വഹിച്ച് അവൻ പാപമായി തീർന്നു, നമ്മുടെ ദാരിദ്ര്യത്തെ അവൻ വഹിച്ച് അവൻ ദരിദ്രനായി തീർന്നു. ആകയാൽ നാം സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, നീതിയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ അധ്വാന ഫലമല്ല, യേശു ക്രൂശിൽ പിതാവിനെ അനുസരിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നിമിത്തം, അനുസരണക്കേട് നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം പ്രാപിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിശ്വാസത്താൽ സ്വസ്ഥതയിലേക്ക്, അതെ കർത്താവ് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിലേക്ക് വിശ്വാസത്താൽ പ്രവേശിക്കുക. ഒരു അത്ഭുതത്തിന്റെ ദിവസമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. ഗാഡ് ബ്ലസ് യു.